ശ്യാമേ, ശ്യാമേ, അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. വരാൻ പറഞ്ഞിരുന്നോ ശ്യാമ? ആ, പറഞ്ഞിരുന്നു എടുത്തേ. എന്താ കാര്യം? എടുത്തി വാ. നമസ്കാരം. നമസ്കാരം, ഇരിക്കും. രാത്രി തന്നെ വിളിച്ചു വരുത്തിയത് കൊണ്ട് ബുദ്ധിമുട്ടായോ? ഏയ്, കുഴപ്പമില്ല മാഡം, അത്യാവശ്യ കാര്യമുണ്ടല്ലേ. മാഡം പറഞ്ഞ പോലെ വിൽപ്പത്രം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. മാഡം ഒന്ന് വായിച്ചു നോക്കൂ. തരും. എങ്കിൽ പിന്നെ ഞാൻ സൈൻ ചെയ്യട്ടെ? ഓക്കെ മാഡം. ശ്യാമേ, എന്തൊക്കെയാ ഇതിന്റെ അർത്ഥം? ഇതെന്തിനാ ഇപ്പൊ വിൽപത്രം? എടുത്തി, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. മുൻപേ ചെയ്തു വെക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചൊരു കാര്യ. എൻ്റെ സകല സമ്പാദ്യങ്ങളും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ബാക്കി രാധിക മോൾക്കുള്ളതാണെന്ന് ഒരു ഉറപ്പ്, അത്രേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ ഈ രാത്രി തന്നെ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ ഇതാണ് നല്ല സമയം തോന്നി, അതുകൊണ്ടാ ചെയ്യുന്നത്. ഇനി ഇതിന് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല മാഡം, ഇത് മാഡം സൂക്ഷിച്ചാൽ മതി. ഫർദർ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ മാഡം വിളിച്ചോളൂ. താങ്ക് യു. ഇത്രയും രാത്രിയായിട്ടും സാറ് വന്നിത് ചെയ്തു തന്നല്ലോ, വലിയ ഉപകാരമുണ്ട്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. മാഡത്തിനാവുമ്പോൾ ഇറ്റ്സ് മൈ പ്ലഷർ. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്. ഓക്കെ. എടുത്തിങ് വന്നേ, ഇവിടെ ഇരിക്കുക. ഇതെന്തിനാ എന്റെ കൈ തരുന്നത്? ഇത് എടുത്ത് സൂക്ഷിച്ചാൽ മതി. സമയമാകുമ്പോ രാധികയെ ഏൽപ്പിക്കണം. ഇക്കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച് ശ്യാമ എങ്ങോട്ട് പോവുക? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് എന്നെക്കുറിച്ച് വലിയ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ ഞാനിത് എടുത്തി ഏൽപ്പിക്കുന്നത്. എത്രയോ കാലമായിട്ട് എൻ്റെ ധൈര്യം എടുത്തി. ശ്യാമ, ഇത് ശ്യാമ തന്നെ കയ്യിൽ വെച്ചോളൂ. രാധിക മോൾക്ക് നേരിട്ട് കൊടുക്കാനുള്ള അവസരം ശ്യാമയ്ക്ക് തന്നെ ഉണ്ടാവും. എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാലും എടുത്ത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുമല്ലേ? അതൊന്നും ഉണ്ടാവില്ല എടുത്തി. ഏട്ടത്തിയുടെ കൈകൊണ്ട് കൊടുക്കാൻ തന്നെയാ യോഗം.